പേര് സൗമ്യ സ്വയം വിശേഷിപ്പിക്കുന്നത് ബ്ലാക്ക് ഡെവിൾ സച്ചു എന്നാണ്. ഇൻസ്റ്റയിൽ 40,000-ലധികം ഫോളോവേഴ്സുള്ള മോഡൽ സിനിമാക്കാർക്ക് പ്രിയപ്പെട്ടവളാണ്. സിനിമാ സെറ്റുകളിലും മോഡലിംഗ് രംഗത്തും ലഹരി എത്തിക്കുന്നതാണ് പണി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഡെവിൾ സച്ചുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. 6 നടന്മാർക്കാണ് ലഹരി എത്തിച്ചു നൽകിയത്. സൗമ്യയുടെ അക്കൌണ്ടിലേക്ക് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി കച്ചവടത്തിൽ പങ്കില്ലെന്നും റിയൽ മീറ്റ് എന്ന പെൺവാണിഭ ഇടപാടിനാണ് പണം വാങ്ങിയതെന്നുമാണ് സൗമ്യയുടെ മൊഴി. പെൺവാണിഭ ലഹരി ഇടപാടുകളിൽ ഇടനിലക്കാരിയായ സൗമ്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും ഷൈൻ ടോം ചാക്കോയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എക്സൈസ് നിർദ്ദേശം നൽകിയതെങ്കിലും അതിരാവിലെ തന്നെ ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്ത് ചലച്ചിത്ര താരങ്ങൾ എത്തി. ആദ്യം എത്തിയത് ഷൈൻ ടോം ചാക്കോയാണ്. തസ്ലിമയെ സംബന്ധിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൌനമായിരുന്നു മറുപടി. എവിടേക്ക് പോകണമെന്നറിയാതെ ഓഫീസിലെ പല മുറികളിലായി ഷൈൻ കയറിയിറങ്ങി. പിന്നാലെ ശ്രീനാഥ് ഭാസിയും എത്തി. ലഹരി ഇടപാടുകളെ സംബന്ധിച്ച ചോദ്യത്തിന് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കട്ടെ എന്ന മറുപടി. ഒൻപതരയോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ വന്നു. തുടർന്ന് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. ആദ്യം സൗമ്യ. താരങ്ങളുമായുള്ള ലഹരി പെൺവാണിഭ ഇടപാടുകൾ ചോദ്യം ചെയ്യലിൽ പുറത്തുവന്നു. ചലച്ചിത്ര രംഗത്തുള്ളവരുടെ ഉൾപ്പെടെ 6 മാസം നീണ്ട ട്രാൻസാക്ഷൻ ഇടപാടുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സിനിമാ മേഖലയിലെ കൂടുതൽ നടന്മാരെ സംബന്ധിച്ച വിവരങ്ങൾ സൗമ്യ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു. റിയൽ മീറ്റ് എന്ന പേരിൽ പെൺവാണിഭ ഇടപാടാണ് ഷൈനുമായി ഉള്ളതെന്ന് സൗമ്യ എക്സൈസിനോട് സ്ഥിരീകരിച്ചു. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ 4 മണിക്കൂറിലേറെ നീണ്ടതോടെ വിഡ്രോവൽ പ്രശ്നങ്ങൾ പുറപ്പെടുവിച്ച ഷൈൻ പുറത്തേക്ക് ഇറങ്ങിയോടി. മാധ്യമങ്ങളെ കണ്ടതോടെ തിരികെ മുകളിലേക്ക്. പിന്നീട് ഷൈന്റെ തന്നെ ആവശ്യാനുസരണം സഹോദരനെ അകത്തേക്ക് വിളിപ്പിച്ചു. രാത്രി 7:15 വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന ഉറപ്പിന്മേൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗമ്യ പുറത്തേക്ക്. നടന്മാരുമായുള്ളത് സൗഹൃദം മാത്രമെന്ന് പ്രതികരണം. നിരപരാധിയാണ്. ലഹരി ഇടപാടുമായിട്ടില്ല. ഇല്ലല്ല, ഒന്നുമില്ല. ഷൈനും ബാസിയായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. 1 വർഷമായിട്ടാണ്. ഷൈനും ബാസിയായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വിളിപ്പിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവല്ല മെത്താഫെറ്റമീനാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തോട് തുറന്നു പറഞ്ഞ ഷൈൻ ചോദ്യം ചെയ്യലിലുടനീളം ലഹരി ഉപയോഗം നടക്കാത്തതിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. രാത്രിയോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് എക്സൈസിന്റെ തന്നെ വാഹനത്തിൽ ഷൈൻ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക്. ചോദ്യങ്ങൾക്ക് അപ്പോഴും മൌനം. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 പേരെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത്. അതിൽ ഒരാളിനെ നമ്മൾ ഷൈനിനെ നമ്മൾ സേക്രഡ് ഹാർട്ട്സ് തൊടുപുഴയിൽ ഡി അഡിക്ഷന് വേണ്ടി വിട്ടിട്ടുണ്ട്. മറ്റ് 2 പേരെ നമ്മൾ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിയെയും പിന്നീട് വിട്ടയച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്മാർക്ക് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ എക്സൈസിന് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതികളുമായി ലഹരി പെൺവാണിഭ ഇടപാടുകൾ സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. സംശയങ്ങൾ ഇനിയും ദൂരീകരിക്കാനുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്. ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ
അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ഇവരുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട. ഇപ്പം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ആവണം എന്നില്ലല്ലോ, മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ചു, പിന്നെ ഇവരെ രണ്ടുപേരെയും വിളിച്ചു, അങ്ങനെ വേറെ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. 10 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് പാസിയെയും സൌമ്യയെയും ആലപ്പുഴയിൽ എക്സൈസ് സംഘം മടക്കിയത്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയെ ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട ചികിത്സക്ക് അയക്കുന്ന മാതൃകാപരമായ നടപടികൾക്കും ആലപ്പുഴയിലെ എക്സൈസ് ടീം നേതൃത്വം നൽകി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.